ഇങ്ങോട്ട് കാണിച്ചു. കുഴപ്പമില്ല. ഇല്ല 2 ലക്ഷം കുറഞ്ഞു. ഞാൻ ജിമ്മിൽ പോകാൻ വേണ്ടി പുറത്തിറങ്ങാൻ നേരത്തെ അമ്മയ്ക്ക് പാല് മേടിച്ചുകൊണ്ട് വരണം. എന്തിനെങ്കിലും പുറത്തിറങ്ങാൻ നേരത്തെ അമ്മമാർക്ക് വല്ല ഓർമ്മ വരുത്തുള്ളൂ അല്ലേ. രാവിലെ ഇന്ന് എന്തോ വലിയ കാര്യമൊന്നുമില്ല, വെറുതെ എഴുന്നേറ്റ് ഈ സമയത്ത് കേട്ടാ. എനിക്ക് തോന്നുന്നു ചൂടടിച്ചുകൊണ്ട് എഴുന്നേറ്റ് ആയിരിക്കും. എന്തായാലും ഇപ്പം ജിമ്മിൽ പോവാം വാ. ഏകദേശം ഞാൻ ഒരു എക്സസൈസ് ചെയ്ത് കഴിഞ്ഞിട്ട് ഇപ്പോൾ വയറുവേനയായിട്ട് നിൽക്കുകയാണ്. വല്ലപ്പോഴൊക്കെ ഉള്ളൂ. പക്ഷേ ഇതെപ്പോൾ വന്നാലും എനിക്ക് തലവേന പിടിച്ചൊരു പരിപാടി. വയറുവേന എടുത്തു കഴിഞ്ഞാൽ പിന്നെ ബുദ്ധിമുട്ടാകുമ്പോൾ എനിക്കിപ്പോൾ തിരിച്ച് വീട്ടിൽ പോകാൻ തോന്നുന്നുണ്ട്. പക്ഷേ ഞാനൊരു 10-15 മിനിറ്റ് വെയിറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ വയറുവേന കുറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ചെയ്യാം എക്സസൈസ്, അല്ലെങ്കിൽ വീട്ടിൽ പോകേണ്ടി വരും. 4 ദിവസമായിട്ട് വന്നേ ഞാൻ അതിന് തിരിച്ച് വെറുതെ പോകണമെന്നൊക്കെ പറയുമ്പോൾ ഒരു ദുഃഖം. ഏകദേശം 5 എണ്ണത്തിന് 2 എക്സസൈസ് ചെയ്തിട്ടുള്ളൂ. എന്നെ കൊണ്ട് പറ്റുന്നില്ല. വീട്ടിൽ പോവാം ഇന്നത്തേക്ക്. നാളെ വരാൻ ശ്രമിക്കാം. നാളെ വരാം, റെഗുലറായിട്ട് വരും. ഓ എന്ത് പറ്റി, ഉറക്കം വരുവാണെന്നൊന്നുമല്ല കണ്ട. കുറച്ച് വീഡിയോ എഡിറ്റ് ചെയ്യാനുണ്ടായിരുന്നു, അതെല്ലാം ഞാൻ എഡിറ്റ് ചെയ്തിട്ട് വന്നു. എഡിറ്റ് ചെയ്യുന്ന ഒരു റുട്ടീനാണ്, അത് നിങ്ങളൊന്നും കാര്യമാക്കേണ്ട. അതൊക്കെ നിസ്സാരം, എന്നെ കൊണ്ട് പറ്റൂടെ ഇത്. അപ്പോൾ ഇപ്പോൾ കടയിൽ പോയിട്ട്, അമ്മ കടയിലുണ്ട്, അമ്മേനെ കടയിൽ നിന്ന് എങ്ങനെയും കൺവിൻസ് ചെയ്ത് ഇന്ന് തന്നെ പോയിട്ട് ഗോൾഡ് മേടിപ്പിക്കണം. അമ്മ 2 ദിവസം ഇരട്ടാ, 2 ദിവസം ഇട്ട് പാവം, 2 ദിവസം ഇട്ട് നമുക്കത് പണയം വെക്കാം. അത്രേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമുക്ക് എന്തായാലും പോവാം വാ. എൻ്റെ അനിയൻ എന്തോ ചെയ്യുന്നു? എന്താ ഇരുന്നിരുന്ന് ഉറങ്ങുവാണ്? വൈഫൈ ഇത് ചെയ്യുന്നില്ലെന്നാ? പാവം, പോട്ടെ പോട്ടെ. ഇനിയെങ്കിലും കുറച്ചു നേരം കിടന്നുറങ്ങും. അയ്യോ വേണ്ട വേണ്ട, നീ എപ്പോഴും ഉറക്കമല്ലേ, കുറച്ചു നേരം നിൽക്കി. ഞാൻ കടയിൽ വന്നിട്ടുണ്ട്. അമ്മ എവിടെ? അമ്മ കട ഏത് കട? അതപ്പോൾ അമ്മ പറയുന്നത് കടയിൽ ആൾക്കാരുണ്ട്, കുറച്ചു നേരം വെയിറ്റ് ചെയ്യാൻ. അപ്പം വെയിറ്റ് ചെയ്യാന്നൊക്കെ പറയുമ്പോൾ ബുദ്ധിമുട്ടാണ്. എന്നാലും അച്ഛനെ വിട്ടിട്ട് പോയി എന്നെ കടയിൽ കയറ്റി ഇരുത്തി കൊള്ളാം. അപ്പം അമ്മ അപ്പുറത്തെ കടയിലുണ്ട്, ഞാൻ ഈ കടയിൽ ഇരിക്കുക. ഈ വെള്ള മുടി ഞാൻ എന്താ സ്ട്രെസ് അടിക്കുന്നുണ്ടാ? എൻ്റെ ലൈഫ് സ്ട്രെസ്. അത് എന്താ? അച്ഛൻ തിരിച്ചു വന്നാ? അച്ഛൻ പോട്ടെ എന്നാ? പോയിട്ട് വരാന്ന് പറയാൻ വന്നേ അച്ഛൻ. അമ്മേനെ കാണാനില്ലല്ലോ അവിടെ ഒന്നും. 1 മണിക്കൂറായിട്ട് വെയിറ്റ് ചെയ്യും, അമ്മേനെ കാണാൻ പോലും. അപ്പൊ ഗൈസ് ഞാൻ എന്തായാലും വീട്ടിലോട്ട് വന്നു കേട്ടാ. ഇനി 2 മണിക്കൂറുടെ വെയിറ്റ് ചെയ്തിട്ടും നടന്നൊന്നും ഇല്ല. ഇനി എന്തായാലും അമ്മയ്ക്ക് വരണമെങ്കിൽ അമ്മ വരും, അമ്മയ്ക്ക് വേണമെങ്കിൽ അമ്മ പോകും. അപ്പൊ എന്തായാലും അമ്മ വീട്ടിലോട്ട് വരട്ടില്ല പോകണമെങ്കിൽ. അടുത്ത പ്രാവശ്യം തൊട്ട് ഞാൻ ഈ പരിപാടിയും ചെയ്യാൻ പോകുന്നില്ല കേട്ടാ. ഒന്നെങ്കിൽ ഞാൻ തന്നെ മേടിക്കും, ഞാൻ തന്നെ കൊടുക്കും, അല്ലെങ്കിൽ ഞാൻ മേടിക്കും. ലോണിന്റെ പരിപാടിക്ക് പോകത്തില്ല. ഇതിപ്പം വെറുതെ ആളെയും പൊക്കൊണ്ട് പോകണ അവസാനം സമയവും കാലം ഒന്നും ഇല്ല താനും. അമ്മ ഇനിയെങ്കിലും ഒന്ന് ഇറങ്ങമ്മേ, ഒരു കാര്യത്തിന് പോകാനത്ത് സമയത്ത് ഇറങ്ങ എവിടെയെങ്കിലും. ഏത് JMB അവിടെ ഷട്ടും ഇല്ല, വെറുതെ കുത്തിയിരിക്കുന്നു. കണ്ടരെ കൊല്ലുകളന്നുള്ളത്. എന്തോ മേടിക്കണം എന്നറിയാം. എന്തോ മേടിക്കുന്ന സ്വർണ്ണമൊക്കെ ശരി. എന്തോ മേടിക്കും സ്വർണ്ണത്തില്? അറിയില്ലേ? എന്ത് 2 പവനാ? അയ്യോ കുറച്ച് കൂടിപ്പോയി. അമ്മ നിലത്ത് നിൽക്കുമ്പോ അല്ലെങ്കിലും പണയം വെക്കാനാ കേട്ടാ. 2 ആണെങ്കിൽ കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റും. എന്ത് മേടിക്കും 2 ആണെങ്കിൽ? 2 ആണെങ്കിൽ ഒരുപാട് ഐറ്റം ഉണ്ട്. ഇപ്പം 1 വെച്ചുള്ള ഒരുപാട് ഐറ്റം വാങ്ങി അതിനുള്ള പൈസ എന്റെ ഇല്ല കേട്ടാ. പെട്ടെന്ന് ഇറങ്ങും. അമ്മ ഇനി ആർക്ക് വേണ്ടി അമ്മ വെയിറ്റ് ചെയ്യുന്ന? നമ്മൾ വിളിക്കുമ്പോ ഇരിക്കും, തയ്യാറാന്ന് പറഞ്ഞ കിടക്കും, വിളിച്ച കിടക്കും, പോകാൻ പറഞ്ഞ അവനെയൊക്കെ എന്തിനു വിളിക്കുന്നു? ഇത്രയും നേരം അവനെ വിളിച്ചപ്പോ അവൻ വരുന്നില്ലായിരുന്നു, അവസാന നിമിഷം അവൻ വരുന്നെന്നും പറഞ്ഞിറങ്ങുന്നത്. ദൈവമേ, എന്റെ വീട്ടിൽ എല്ലാരും ഇങ്ങനെ സമയത്ത് അവസാന നിമിഷമാണ് എല്ലാ കാര്യങ്ങളും. എല്ലാരും ഇല്ലല്ലേ? ശരി, അമ്മയില്ല, അച്ഛനില്ല, ഞാനും ഉണ്ടെന്ന് പറയും. പെട്ടെന്ന് ഇറങ്ങി. ഇത്ര ലേറ്റ് ആക്കുമല്ലോ നിങ്ങള്. കട അടയ്ക്കും. ഇന്ന് മേടിക്കാൻ പറ്റില്ലെങ്കിൽ പിന്നെ ഓഫർ ക്യാൻസൽ. അവന് വഴി തന്നെ നിൽക്കണം. ഇടയിൽ എന്തിട്ടുണ്ട് ഇറങ്ങുന്നത്? വേറെ ഒന്നും അലക്കിയില്ലെന്നും പറഞ്ഞ് ചിലവരുണ്ട് കേട്ടാ. കേരളത്തിൽ ഈ ആൾക്കാർ സ്വപ്നത്തിൽ പോലും ഇടാത്ത ഡ്രസ്സാ ഇടുന്നത്. ലുക്കെന്നും പറഞ്ഞ് ദൈവമേ ഇങ്ങനത്തെ ഡ്രസ്സൊക്കെ ആരെങ്കിലും ഇടും? എന്തെങ്കിലും ആട്ടെ, പെട്ടെന്ന് ഇറങ്ങി. അവരങ്ങോട്ട് പോയി. അപ്പൊ അവസാനം ഇറങ്ങുവാണല്ലേ? അയ്യോ, മുടിയതുകൊണ്ടിരിക്കാതെ പെട്ടെന്ന് വാടാ കടയിൽ. ഇങ്ങോട്ട് കാണിച്ചു. അമ്മ മേടിക്കാൻ ഉദ്ദേശിക്കുന്ന 2 ലക്ഷം. ഞാൻ പറയുന്നത് മോനെ ഇച്ചിരി റേറ്റ് കുറച്ച് മതിയെന്ന്. ഈ പറയുന്ന ഇച്ചിരി ഞാൻ പറയണോ? പിന്നെ മതി, ഇതാ പ്രശ്നമില്ല, പിന്നെ വാങ്ങിച്ചാൽ മതി. പക്ഷെ നീ പറയുന്ന എമൗണ്ടിൽ നിന്ന് ഒരു ഇച്ചിരി കൂടെ കുറയും. ബുദ്ധിമുട്ടുണ്ടാകും. 2 ലക്ഷം കുറഞ്ഞു. അപ്പൊ പിന്നെ അടുത്ത ടൈം ഇത് നോക്കാം. അടുത്ത പ്രാവശ്യം ഒരു കട വേണം. കട വേണമെന്നോ? റോഡ് സൈഡ് കട കൈയിടുന്ന അവന് കൈയിടുന്ന കട വേണമെന്ന്. അല്ല സിൽവർ പോരെ? വേണ്ടല്ലേ? എന്താ പ്ലാറ്റിനം മേടിച്ചത്? ഇവൻ നീ സൈഡിൽ കൂടി സ്വന്തമായിട്ട് ഉണ്ടാക്കാൻ നോക്കുമല്ലോ. നല്ല ഒടുക്കത്തെ വലിപ്പം ഉണ്ടല്ലോ കടയ്ക്ക്. ഇപ്പം വള നോക്കാൻ വന്നിരിക്കും. വള ഇഷ്ടപ്പെട്ടാൽ അത് മേടിക്കുക, അല്ലെങ്കിൽ ഇയറിംഗ് മേടിക്കുക. അല്ലെങ്കിൽ അമ്മയ്ക്ക് പിന്നെയും മാറ്റി 2 ലക്ഷത്തിന് മേടിക്കാനാണെങ്കിൽ അമ്മ ചിലപ്പോൾ കോയിൻ മേടിക്കുമായിരിക്കും. അമ്മ ഇപ്പോഴും ഡിസൈഡ് ചെയ്തോണ്ടിരിക്കും. കാണിച്ച് സൈഡിൽ നിന്ന് സ്വന്തം പർച്ചേസ് ചെയ്തോണ്ടിരിക്കുകയാണ്. കുഴപ്പമില്ല. ഇവൻ സ്വന്തം കാര്യം നോക്കി കിടക്കുക.
അമ്മ ഫൈനൽ ഡിസൈഡ് ചെയ്തെന്ന് തോന്നുന്നു. എൻ്റെ പ്ലാനിങ് ചെറിയൊരു മിസ്റ്റേക്ക് ഉണ്ട്, ഞാൻ പറയാം. കുഴപ്പമില്ല. അമ്മ ഡിസൈഡ് ചെയ്തു. അമ്മയുടെ ഇയറിംഗ് ഈ ബാഗിനകത്തുണ്ട്. അവനാണെങ്കിൽ വേറെ 2 സാധനം, അത് പഴയത് ഓൾറെഡി കാതിലൊക്കെ വെച്ചെന്ന് തോന്നുന്നു. ലേഡീസ് സ്റ്റോറിൽ നിന്ന് വാങ്ങുന്ന പോലെ ഫീമെയിൽ സിൽവർ, അടുത്തത് ഗോൾഡ്, അതുകൊണ്ട് ഡയമണ്ട് ആണ്. റോഡിലോട്ട് പോയിരുന്നൊരു കർച്ചീഫ് ഇട്ടിട്ട് തെണ്ടിയാ മതി. എന്നാ വെച്ച അമ്മയുടെ കമ്മല്. ഏകദേശം ഹെവി പർച്ചേസിങ് ഒക്കെ കഴിഞ്ഞ് ഇനി എന്തായാലും കുറച്ച് ആരൊക്കെ ഒരു കടയിൽ വന്നിട്ടുണ്ട്, റെസ്റ്റോറൻറ്റ്. അവിടെ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ട് വീട്ടിലോട്ട് പോകാം. എന്തായാലും ഇപ്പോൾ ബൈക്ക് വർക്ക് ചെയ്തോണ്ടിരിക്കുകയാണ്. ഈ ചൂടത്ത് ചെയ്യുമ്പോൾ എങ്ങനെ സഹിക്കുന്നത്? ഹാപ്പിയായോ? പകുതി ഹാപ്പി ആയിട്ടുണ്ട്. എന്താ ബാക്കി പകുതിയുടെ ബാക്കി പകുതി ഇവിടെ നിന്ന് തന്നെ ഭക്ഷണം കഴിക്കട്ടെ. മുടി വാങ്ങിക്കൊണ്ടിരിക്കുക. 2 കമ്മല് വാങ്ങിച്ചത് നിനക്ക് ഹാപ്പി ആയില്ലേ നീ? 2 കമ്മല് സിൽവർ ആണ്, അമ്മയുടെ കൊണ്ട് ഗോൾഡ് അല്ല. എന്റെ അമ്മ സിൽവർ എന്താ ഇവിടെ വെറുതെ തരുന്നതാണാ? 200 രൂപ. ഫീമെയിൽ സിൽവർ 200 രൂപ. 275. അത് ഡിസ്കൗണ്ട് പ്ലസ്. പക്ഷെ കണ്ടിട്ട് ഡയമണ്ട് കണക്കിരിക്കുന്നല്ല. ആ മതിയല്ല. ഫുഡ് കഴിക്കുന്നുണ്ട്. ഒരു മിക്സ് പ്ലാറ്റർ ഓർഡർ ചെയ്തിരിക്കുന്നത്. അത് ഞാൻ ഓർഡർ ചെയ്തല്ല, അത് പുറകെ ഇരിക്കുന്നിടത്ത് ചൂണ്ടിക്കാണിക്കുക, തൊട്ട് കാണിക്കുക. സ്റ്റഡ് മാറിയിട്ടുണ്ട്. അവർ 2 മേടിച്ചായിരുന്നു കേട്ടോ. നിറഞ്ഞായിട്ട് പോയി. കുഴപ്പമില്ല. ഒരു കുഴപ്പമെന്ന് വെച്ചാൽ എൻ്റെ ഇയർ ലോബ് ഇല്ല, ഇയർ ലോബ് ഇങ്ങനെ കുറച്ച് പൊങ്ങിയായിരിക്കും. അപ്പോൾ പിന്നെ ഈ സാധനം കാണുന്നില്ല ക്ലിയറായിട്ട്. ഇഷ്ടമില്ല. എന്നാലും വെച്ച് നോക്കി കുറച്ച് സാധനം പോയി ഇതെടുത്തല്ലാടാ. കുറച്ച് ഡിസൈൻ ഉണ്ട്, പ്ലെയിൻ അല്ല. ഉണ്ടെന്ന് ഡിസൈൻ കാണുന്നുണ്ട്. 2 ദിവസത്തേക്ക് കഴിക്കാൻ നേരത്ത് പോകുന്നത് മാത്രമേ. അപ്പോൾ ഫുഡ് വന്നിട്ടുണ്ട്. കുറച്ച് കൂടുതൽ നോൺ വെജ് ആണെന്ന് തോന്നുന്നു. ബ്ലോഗ് ചെയ്ത് ഞാൻ തിന്നു തുടങ്ങിയിട്ട് ബ്ലോഗ് കഴിഞ്ഞ് ഞാൻ തിന്നോട്ടെ. തിന്നോ, നമുക്ക് ആഹാരം കഴിച്ചിട്ട് കാണാൻ കേട്ടോ. അപ്പോൾ ഫുഡ് കഴിച്ച് കഴിഞ്ഞ് ഇവിടെ നിന്ന് ഇറങ്ങിയിട്ട് നമുക്ക് വീട്ടിൽ പോകാം. വീട്ടിലെല്ലാവരും എവിടെ പോകാൻ? അമ്മ ഇടക്ക് വെച്ച് എന്നെ ഇവിടെ നിർത്തിയിട്ട് സവാള മേടിക്കാൻ പോയിരിക്കുന്നത്. 4 കിലോ എന്താണ് 4 കിലോ 100 രൂപ കിട്ടുന്നത്. കഴിച്ചപ്പോൾ വീട്ടിലെത്തി കേട്ടോ. എനിക്ക് തോന്നുന്നില്ല അമ്മ ആ സ്വർണം പണയം വെക്കുമെന്ന്. അതമ്മ ഇട്ടോണ്ട് കിടക്കും. അപ്പോൾ എന്തായാലും ആ സ്വർണം 4 പവൻ 4 ഗ്രാം, പിന്നെ അതിൻ്റെ പണിക്കൂലിയൊക്കെ കൂടി ഒരു 32. അത്ര. അതിന് എങ്ങനെയാലും ഞാൻ മാനേജ് ചെയ്യേണ്ടി വരും. നോക്കാം എങ്ങനെയും ചെയ്യണം. വീഡിയോക്ക് വേണ്ടി പൈസ വേണ്ട. പക്ഷേ വേറൊരു കാര്യം പറയാൻ വിട്ടുപോയി. എൻ്റെ ഒരു കാൽക്കുലേഷൻ എന്ന് പറയുന്ന 50,000 രൂപയ്ക്ക് സ്വർണം മേടിച്ചിട്ട് 45,000 രൂപയെങ്കിലും പണയം വെച്ച് എടുക്കാൻ നേരുന്നു. പക്ഷെ ഞാൻ പണിക്കൂലിയുടെ കാര്യം ഞാൻ വിട്ടേ പോയി. അപ്പോൾ പിന്നെ 14-15 രൂപ അത് ഫുള്ളും വെള്ളത്തിൽ മുങ്ങി എന്ന് പറയാൻ ഞാൻ 1 പവൻ മേടിച്ചില്ല. അതുകൊണ്ട് ഏകദേശം ഒരു 6,000, 7,000, 8,000 കണ്ട് മുങ്ങി. അതിന് എന്ത് ചെയ്യുന്ന അറിയത്തില്ല. പിന്നെ ഫുൾ പൈസ എന്തായാലും പണയം വെക്കുമ്പോൾ തരത്തില്ലല്ലോ. അപ്പോൾ ഒരു മിസ്റ്റേക്ക്. ഇനി വരരുത്. ഇനി വരാൻ മേടിക്കുന്നില്ല. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇവിടെ വെച്ച് നിർത്താം. നമുക്ക് നാളെ കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ. പീസ്.